മിശിഹായാണെന്ന്, രക്ഷകനാണെന്നാണ് പറയുന്നത്. അപ്പൊ നിത്യതയുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിനെ അറിയണത് നിത്യരക്ഷകനായിട്ട് നിത്യതയുടെ നമുക്ക് നേടിത്തന്ന പാപപരിഹാര ബലിയായ മിശിഹായായിട്ടാണ് അറിയണത്. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ക്രിസ്തു നേടിയത് രക്ഷ നമുക്ക് അവകാശമാകുന്നത്. അത് എന്താണ്? അടിസ്ഥാനപരമായിട്ട് എന്താണ്? പാപപരിഹാരം തന്നെയാണ് വരുന്നത്. വിശുദ്ധിയില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ബാക്കി ക്രിസ്തുവിൻ്റെ എല്ലാവർക്കും സമ്മതിക്കാൻ പറ്റും. പക്ഷെ വിശുദ്ധിയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും പഠിക്കും. കാർലോ അക്വിറ്റസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചില്ല. എന്തുകൊണ്ടാണ്? സഭയ്ക്ക് മാത്രമേ ഈ ലോകത്ത് വിശുദ്ധിയെ പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു സമൂഹത്തിലും സമുദായത്തിലും അങ്ങനെ ഒരു സംഭവം നിലവിലില്ല. ആദ്യകാലം മുതലേ നിലനിൽക്കുന്നതാണ്. വിശുദ്ധിക്ക് വേണ്ടിയാണ് സഭ. സഭയിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിലും സഭയുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? വിശുദ്ധിയാണ്. അല്ല വേറെ സാമൂഹ്യ പ്രവർത്തനം കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നതാണ്. സാംസ്കാരിക പ്രവർത്തനമൊക്കെ അതൊക്കെ അനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. എണ്ണ ശുദ്ധീകരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഏവിയേഷൻ ഓയിൽ ഉണ്ടാക്കാനും ഡീസലും പെട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അല്ലേ? അപ്പൊ ബാക്കി ബൈ പ്രോഡക്ട്സ് അങ്ങനെ കുറെ കാര്യങ്ങൾ വരും. ഇപ്പൊ ക്രിസ്തുവിനെ പല ആൾക്കാരും ബൈ പ്രോഡക്ട്സുകളൊക്കെ പേരിലാണ് ക്രിസ്തുവിനെ ബ്രാൻഡ് ചെയ്യണത്. ഗുരുവാണ്, സാമൂഹിക പരിഷ്കർത്താവാണ്, വിപ്ലവകാരിയാണ്, അണ്ണന്മാരൊക്കെ പല കാര്യവും പറയും. ബേസിക്കായിട്ട് ക്രിസ്തുവാരാണ്? പാപപരിഹാരകനാണ്. എൻ്റെ പാപത്തിന് ഞാൻ മരിക്കേണ്ടതിന് പകരമായിട്ട് എനിക്ക് പകരക്കാരനായിട്ട് പാപങ്ങൾ ഏറ്റെടുത്തവനാണ്. അവൻ്റെ ഏറ്റെടുപ്പിന് ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ നേടിയെടുത്ത രക്ഷ എൻ്റെ സ്വന്തമാകുകയും ഞാൻ നിത്യത അനുഭവിക്കുകയും ചെയ്യും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ